നേരെ ഇരുട്ടായി തുടങ്ങി. നാളേക്ക് ഇഡ്ഡലിക്ക് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഓർമ്മ വന്നത്, യൂട്യൂബിൽ ഒരു ഇഡ്ഡലി കണ്ടു. 2 ഗ്ലാസ് റൈസ്, 2 ഗ്ലാസ് അരിപ്പൊടി, 2 ഗ്ലാസ് വെള്ളം. അപ്പോൾ ചോറ് തീരെ കളയണ്ട, ഇനി തൊട്ട് ഇങ്ങനെ ചെയ്താൽ മതി, നല്ല സോഫ്റ്റ് ഇഡ്ഡലി എന്നൊക്കെ കണ്ടപ്പോൾ ഇഡ്ഡലി കാണാൻ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പം ഞാനതങ്ങോട്ട് മിക്സ് ചെയ്ത് നമുക്കെന്ത് ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാൻ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അതങ്ങോട്ട് അരച്ച് ഇങ്ങനെ എടുത്തു. എന്നിട്ട് അത് അടച്ച് വെച്ചു. പിറ്റേ ദിവസം രാവിലെ എന്നാലും ഞാൻ ആലോചിക്കും, ഉഴുന്നില്ല ഉലുവില്ല, പിന്നെ എങ്ങനെയാണ് അത് പുളിക്കുക? തൈരും ഇല്ല, എന്നാൽ ബേക്കിംഗ് സോഡയുണ്ടോ? അതും ഇല്ല. പിന്നെ എങ്ങനെയാണാവോ അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ കോരി ഒഴിച്ച് തുറന്നു നോക്കി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്കൊന്ന് എടുത്തു നോക്കാം കേട്ടോ. എടുത്തു നോക്കിയപ്പോഴല്ലേ ചന്തമ്മോ ഒന്നിനും കൊള്ളില്ലാത്ത ഇഡ്ഡലിയാണ്. അരിപ്പൊടിയും പോയി, സമയവും പോയി, ഗ്യാസും കളഞ്ഞു വെറുതെ. ഞാനെന്തായാലും തകർന്ന് കുറച്ച് നേരം ഇരുന്നു. അതിരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഇരുന്നിട്ട് എന്താ കാര്യം? ഇനി അടുത്ത പരിപാടി വേഗം അങ്ങോട്ട് നോക്കാം, അത് വിചാരിച്ചിട്ട് വേഗം എണീറ്റു.